PM ശ്രീ വിവാദത്തിൽ കടുത്ത നിലപാടുമായി CPI. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. മുഖ്യമന്ത്രിയുടെ അനുരഞ്ജന നീക്കത്തെ തള്ളിക്കൊണ്ടാണ് കടുത്ത നിലപാടിലേക്ക് പോകാൻ CPI തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ആലപ്പുഴയിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ആലപ്പുഴയിൽ ചർച്ച നടന്നത്. ഈ ചർച്ചയിൽ വിഷയത്തിൽ അനുരഞ്ജനം വേണമെന്നുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. ഈ ചർച്ചയ്ക്ക് പിന്നാലെ CPIയുടെ മന്ത്രിമാരും മുതിർന്ന നേതാക്കളുമായി ബിനോയ് വിശ്വം വീണ്ടും ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് കടുത്ത നിലപാടിലൂടെ മുന്നോട്ട് പോകാനും CPMൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അനുരഞ്ജന ശ്രമങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്നുമുള്ള നിലപാട് CPI സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത്രിമാർ തീരുമാനിച്ചത്. മെയ് മാസം 4-ാം തീയതി വീണ്ടും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരും. ഈ യോഗത്തിൽ അടുത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും PM ശ്രീ വിഷയത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് CPIക്കുള്ളത്. CPMൻ്റെ വല്യേട്ടൻ മനോഭാവം സഹിച്ചുകൊണ്ട് ഇനിയും മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. അതേസമയം തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുത്ത് മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനവും ഇപ്പോൾ CPI സ്വീകരിക്കുന്നുണ്ട്. CPIയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇക്കാര്യത്തിൽ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജയുടെ അഭിപ്രായം കേരളത്തിനൊപ്പമാണ്. RSSൻ്റെ ഒരു ഉൽപ്പന്നമാണ് PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി സംസ്ഥാനം നടപ്പാക്കിയാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയവും സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരും. കേന്ദ്ര വിദ്യാഭ്യാസ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് RSS ആണ്. RSS വൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനും സാമ്രാജ്യവൽക്കരണത്തിനും അതിടയാക്കുമെന്ന് D രാജ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലെ MOU ഒപ്പിട്ടതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. സംസ്ഥാനത്തെ സാഹചര്യവും ഈ പദ്ധതിക്ക് പിന്നിലെ അപകടവും തിരിച്ചറിയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം, CPM തയ്യാറാകണമെന്നാണ് ഇപ്പോൾ D രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ PM ശ്രീ വിവാദത്തിൽ തങ്ങളുടെ നിലപാട് കുറച്ചുകൂടി ശക്തമാക്കാനാണ് CPIയുടെ നീക്കം. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI മുന്നണി വിടണമെന്ന അഭിപ്രായം ചില CPI നേതാക്കളെങ്കിലും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് വലിയ പിന്തുണ ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്ത്രി K രാജനാണ് മുന്നണി വിടണമെന്ന ആവശ്യം പ്രധാനമായും ഉന്നയിച്ചത്. താൻ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് K രാജൻ വ്യക്തമാക്കി. അതേസമയം P പ്രസാദ് ആകട്ടെ ആവശ്യമെങ്കിൽ മുന്നണി വിടാമെന്നും അതേസമയം കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകണ്ട എന്നുമുള്ള നിലപാട് സ്വീകരിച്ചവരാണ്. അതേസമയം രണ്ട് മന്ത്രിമാർ J ചിഞ്ചുറാണിയും GR അനിലും മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്നും മുന്നണി വിടേണ്ട ഒരു സാഹചര്യം CPIക്ക് മുന്നിലില്ല എന്നും കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇതോടുകൂടി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർ CPI മുന്നണി വിടുന്നത് നിലവിൽ ഗുണകരമാകില്ല എന്ന നിലപാടിലേക്ക് മാറി. ഇതേ സാഹചര്യത്തിലാണ് കൂടുതൽ സമ്മർദ്ദം CPMനുള്ളിൽ ചെലുത്താനും ഇപ്പോൾ ഒപ്പിട്ട MOU പിൻവലിക്കാനുള്ള നീക്കം നടത്താനുമുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ കാണുമെന്നുള്ള സൂചനകൾ വന്നത്. ഇതിനിടയിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയിലും വഴങ്ങാനോ അനുനയത്തിന് തയ്യാറാകാനോ CPI തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലും മാറ്റമില്ല എന്ന് CPI വ്യക്തമാക്കുന്നു. PM ശ്രീ പദ്ധതി എന്നുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തിനെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ആ ഒരു കെണിയിൽ കേരളം വീഴേണ്ടതില്ല. തുടക്കം മുതൽ 2020 മുതൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെ അകമഴിഞ്ഞ് എതിർത്തവരാണ് കേരളത്തിലെ CPMും CPIയും. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പൊടുന്നനെ CPMന് നിലപാട് മാറ്റാൻ കഴിഞ്ഞത് എന്ന ചോദ്യമാണ് CPI ഉന്നയിക്കുന്നത്. എന്തായാലും CPM എടുത്ത ഈ തീരുമാനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത തീരുമാനം അത് തിരുത്തണം. CPIയോട് കൂടിയാലോചിക്കാതെ മുന്നണി മര്യാദ പാലിക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് എന്നുള്ള കുറ്റപ്പെടുത്തൽ തന്നെയാണ് CPIക്കുള്ളത്.
അതേസമയം മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ്, മുഖ്യമന്ത്രിയുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് PMC പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് 2024 മാർച്ച് മാസം 30 അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന റാണി ജോർജാണ് ഇത് സംബന്ധിച്ച ആദ്യ കത്ത് കേന്ദ്രത്തിന് എഴുതുന്നത്. ഈ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനത്തിന് താല്പര്യമുണ്ടെന്നായിരുന്നു റാണി ജോർജ് കേന്ദ്രത്തെ അറിയിച്ചത്. അതിന് പിന്നാലെ നടന്ന ചർച്ചകളും തുടർ ചർച്ചകളും എല്ലാം നിയന്ത്രിച്ചത് മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായ ഡോക്ടർ രതീഷ് കാളിയാടനായിരുന്നു. രതീഷ് കാളിയാടനെ ഇതിനുവേണ്ടി നിയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പോലും ഇതേക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഈ പദ്ധതിയുടെ MOU ഒപ്പിടുന്നതിന് തൊട്ട് മുൻപാണ് വി ശിവൻകുട്ടിയെ പോലും ഈ വിഷയം ധരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് PMശ്രീ പദ്ധതി നടപ്പാക്കിയത്. കേന്ദ്രവുമായി ചർച്ച ചെയ്തത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് PMശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാൻ തയ്യാറായത് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നു. CPI അറിയിച്ചില്ല എന്നുള്ള പരാതി CPI ഉന്നയിക്കുമ്പോൾ തന്നെ CPI എന്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ പോലും ഈ വിഷയം അറിയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു യാഥാർത്ഥ്യം. CPI ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രധാനപ്പെട്ട മറുപടി. അതായത് കാതലായ പ്രശ്നം CPI ഉന്നയിച്ചത് PMശ്രീ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല, PMശ്രീ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി എടുത്ത തീരുമാനം അത് റദ്ദാക്കണം, കേന്ദ്രവുമായി വച്ച ഒരു കരാർ MOU, ആ MOUവിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. ഇതാണ് CPIയുടെ പ്രധാന ആവശ്യം. അതേസമയം CPIയെ അനുനയിപ്പിച്ചുകൊണ്ട് ചില തന്ത്രങ്ങളിലൂടെ ഈ പദ്ധതി നടപ്പാക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ CPMന്റെ ഈ താല്പര്യത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോൾ CPI സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, CPMന്റെ വാദങ്ങൾ ശരിയല്ല, CPMന്റെ വാദങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതായത് കേന്ദ്ര സിലബസ് ഇവിടെ പഠിപ്പിക്കില്ല, സംസ്ഥാന സിലബസ് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ ഈ PMശ്രീ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനം തയ്യാറുള്ളൂ എന്ന ഒരു നിർദ്ദേശം കേരളം മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് വാക്കാലുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയതെന്നാണ് ഇപ്പോൾ CPM വാദിക്കുന്നത്. ഇതൊരിക്കലും നടപ്പാകുന്ന കാര്യമല്ല എന്ന് CPI കൃത്യമായി അറിയാം. കാരണം കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി നടപ്പാക്കുകയും അതിൻ്റെ ഫണ്ട് വാങ്ങുകയും ചെയ്താൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയേ പറ്റൂ, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾ പൂർത്തിയാക്കിയേ പറ്റൂ. അല്ലാതെ CPM പറയുന്നത് പോലെ PMശ്രീ പദ്ധതി നടപ്പാക്കുകയും അതിൻ്റെ ഫണ്ട് വാങ്ങുകയും ചെയ്തിട്ട് കേന്ദ്ര സിലബസ് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് CPIയെയും കേരളത്തിലെ ജനങ്ങളെയും വിഡ്ഢികളാക്കാനുള്ള CPMന്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നാണ് CPI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്.